ആരെങ്കിലും തട്ടി വീഴുന്നതിന് മുമ്പ് ആ കസേര എടുത്ത് ഇങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. പാല് തിളച്ച് പോകുന്നതിന് മുമ്പ് അടുപ്പത്തിനടുത്ത് മാറ്റി വെക്കണേ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന പല സെൻറ്റൻസുകളും കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒന്ന് മലയാളത്തിലേക്ക് ആക്കി നോക്കിയേ, പല സെൻറ്റൻസും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ പാല് തിളച്ച് വീഴുക എന്നുള്ളതിന് എന്താ പറയുക? അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതിന് എന്താ പറയുക? ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാ, എടുത്ത് മാറ്റി വെക്കുക എന്ന് പറയാൻ പറ്റുമോ? പോരാ. ബ്രിങ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരിക എന്നാ, അതും ഇവിടെ പറ്റില്ല. അപ്പോൾ എന്താണ് ഉപയോഗിക്കുക? ഇങ്ങനെ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. നമ്മൾ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ. ഇപ്പം നമ്മൾ പറയുകയാണ്, ആരെങ്കിലും തട്ടി വീഴുന്നതിന് മുമ്പ് ആ കസേര എടുത്തൊന്ന് മാറ്റുമോ? ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? പക്ഷേ എങ്ങനെ പറയാം? ആരെങ്കിലും തട്ടി വീഴുന്നതിന് മുമ്പ് കസേര എടുത്തു മാറ്റുക. കേൾക്കുമ്പോൾ സിമ്പിളാണ്. എന്നാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളും എങ്ങനെയാണ് പറയേണ്ടതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ നമുക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഐഡിയ നമ്മൾ അടിപൊളിയായിട്ട് പറയാൻ നമുക്ക് പഠിക്കാൻ പോവാണ്. 2 സെഷനായിട്ടാണ് നൽകുന്നത്. ആദ്യത്തെ സെഷനിൽ ഇതിൻ്റെ ഒരു സിമ്പിൾ രൂപം, രണ്ടാമത്തെ ക്ലാസ്സിൽ അത് കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ള സെൻറ്റൻസ് വന്നാലും നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള വിശദീകരണം കേൾക്കുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് പറയാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടെ വരിക. ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ ദേർ. എൻ്റെ ഫോണൊന്ന് ബെഡിൽ നിന്നും എടുത്തു തരാമോ? അതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം. കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്? Could you grab my phone from the bed? ഓക്കെ. അപ്പോൾ ഈ ഇംഗ്ലീഷ് വാചകമില്ലേ, അതിലെ ഓരോ ഭാഗവും എന്താ നോക്കാം. ശരി. ആദ്യം കുഡ് യു. ഇതെന്താണ് സംഭവം? could you എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഒരു മര്യാദയോടെ, ഒരു വിനയത്തോടെ ചോദിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ചെയ്യാമോ അല്ലെങ്കിൽ സാധിക്കുമോ എന്നൊക്കെ. ശരിയാണ്. ക്യാൻ യു എന്ന് ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ടോൺ അല്ലേ? അതെ, കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. പിന്നെ അടുത്ത വാക്ക് ഗ്രാബ്. ഗ്രാബ്. ഗ്രാബ് എന്ന് പറഞ്ഞാൽ എടുക്കുക, പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു പെട്ടെന്ന് എടുക്കുക എന്നൊരു ഫീലുണ്ട് അതിന്. ഓക്കെ. പിന്നെ മൈ, അത് എളുപ്പമാണ്. എൻ്റെ. അതെ. പിന്നെ ഫോൺ എല്ലാവർക്കും അറിയാം. പിന്നെ ഫ്രം, അതെന്താ? ഫ്രം എന്ന് പറഞ്ഞാൽ എൽ നിന്ന്, ഒരിടത്ത് നിന്ന് എന്ന് കാണിക്കാൻ. ശരി. അപ്പോ ദ ബെഡ്, കിടക്ക. അതെ, കിടക്ക. അപ്പോ ഫ്രം ദ ബെഡ് എന്ന് ചേർത്താൽ കിടക്കയിൽ നിന്ന്. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോ കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ ബെഡിൽ നിന്ന് ഒന്ന് എടുത്തു തരാമോ? അതും വളരെ മര്യാദയോടെയുള്ള ഒരു ചോദ്യം. നന്നായി. ഇനി നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ഫോൺ ബെഡിൽ നിന്നൊന്ന് എടുത്തു തരാമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, എൻ്റെ ഫോൺ ആ ബെഡിൽ നിന്നൊന്ന് എടുത്തു തരാമോ? അതാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? കുഡ് യു ഗ്രാബ്. കുഡ് യു ഒരുമിച്ച് പറയാം. കുഡ് യു, പിന്നെ ഗ്രാബ്, അത് മൂന്നും കൂടെ ചേർത്ത് പറയുമ്പോൾ കുഡ് യു ഗ്രാബ്. ഉറക്കെ പറയാം. കുഡ് യു ഗ്രാബ് മൈ ഫോൺ. അപ്പോൾ ഇത് ചേർത്ത് പറയാം. കുഡ് യു ഗ്രാബ് മൈ ഫോൺ. എവിടെ നിന്നാണ്? ഫ്രം ദ ബെഡ്. ഈ ഫ്രം എന്നുള്ളതിന് ഫം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫ്രം ദ ബെഡ്. കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്. ആദ്യം കുഡ് യു ഗ്രാബ് മൈ ഫോൺ, ഒരുമിച്ച് പറയൂ. കുഡ് യു ഗ്രാബ് മൈ ഫോൺ, പിന്നെ ഫ്രം ദ ബെഡ്. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്. ഉറക്കെ പറയൂ. കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്. ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. യെസ്, കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്. നമുക്ക് നല്ല സ്പീഡാവുന്നത് വരെ പറയാം കേട്ടോ. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്ലുവൻസി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ആ രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക. അല്പം കൂടി സ്പീഡിലൊന്ന് ട്രൈ ചെയ്യാം. കുഡ് യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ബെഡ്. അടുത്ത വാചകത്തിലേക്ക് പോകാം. രണ്ടാമത്തേത്. പുറത്തു നിന്നും ന്യൂസ് പേപ്പർ ഒന്ന് എടുത്തു തരാമോ? ഓക്കെ. ഇത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഇങ്ങനെ ചോദിക്കാം. കുഡ് യു ഗ്രാബ് ദാറ്റ് ന്യൂസ് പേപ്പർ ഫ്രം ഔട്ട്സൈഡ്. ഇവിടെയും കുഡ് യു ഗ്രാബ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലേ? ഒന്ന് എടുത്തു തരാമോ എന്ന മര്യാദയോടെയുള്ള ചോദ്യം. അതെ, അത് തന്നെ.
ഇനി പുതിയ വാക്കുകൾ. ദാറ്റ്. ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ. നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കില്ലേ ദൂരെയുള്ള ഒന്നിനെ, അതിനാണ് ദാറ്റ്. ഓക്കെ. ആ ന്യൂസ് പേപ്പർ എന്ന് പറയാൻ ശരി. ന്യൂസ് പേപ്പർ എന്തായാലും പത്രം. പത്രം. പിന്നെ ഫ്രം ഔട്ട്സൈഡ്. ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് നിന്ന്. നമ്മൾ ഫ്രം പഠിച്ചല്ലോ, ഇൽ നിന്ന്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പോ പുറത്ത് നിന്ന്. ശരി ശരി. അപ്പം കുഡ് യു ഗ്രാബ് ദാറ്റ് ന്യൂസ് പേപ്പർ ഫ്രം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആ ന്യൂസ് പേപ്പർ ഒന്ന് എടുത്തു തരാമോ? അതെ, കറക്റ്റ്. നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. പുറത്ത് നിന്ന് ന്യൂസ് പേപ്പർ ഒന്ന് എടുത്ത് തരാമോ? നമ്മുടെ വീട്ടിലേക്കൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ ന്യൂസ് പേപ്പർ ഇടുമല്ലോ. അപ്പോൾ ആ സമയത്ത് അത് എടുക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. പുറത്ത് നിന്ന് ന്യൂസ് പേപ്പർ ഒന്ന് എടുത്ത് തരാമോ? ആദ്യ ഭാഗം കുഡ് യു ഗ്രാബ് ദാറ്റ് ന്യൂസ് പേപ്പർ ഉണ്ടോ? കുഡ് യു ഗ്രാബ് ദാറ്റ് ന്യൂസ് പേപ്പർ. കുഡ് യു ഗ്രാബ്, ഒരുമിച്ച് പറയൂ. കുഡ് യു ഗ്രാബ് ദാറ്റ് ന്യൂസ് പേപ്പർ. പേപ്പറല്ല, ന്യൂസ് പേപ്പർ. Could you grab that newspaper? ഒരുമിച്ച് പറയൂ. Could you grab that newspaper? പിന്നെ from outside. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ Could you grab that newspaper from outside? പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. Could you grab that newspaper from outside? ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുക. Could you grab that newspaper from outside? അടുത്ത വാചകം നോക്കാം. എൻ്റെ നോട്ട്ബുക്ക് ഒന്ന് ഡെസ്കിൽ നിന്നും എടുത്തു തരാമോ? ഇത് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്. കുഡ് യു ഗ്രാബ് മൈ നോട്ട്ബുക്ക് ഫ്രം ദ ഡെസ്ക്. ഇവിടെ കുഡ് യു ഗ്രാബ് മൈ പിന്നെ ഫ്രം ദ, ഈ ഒരു രീതി നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ അല്ലേ? അതെ, അതേ പാറ്റേൺ ആണ്. എൻ്റെ ഇൽ നിന്ന് എടുത്തു തരാമോ? അപ്പോൾ പുതിയ വാക്കുകൾ നോട്ട്ബുക്ക്, അത് നോട്ട്ബുക്ക് തന്നെ. അതെ, നമ്മൾ എഴുതുന്ന ബുക്ക്, പിന്നെ ഡെസ്ക്, അത് മേശ. നമ്മൾ സാധാരണ എഴുതാനും വായിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മേശ. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ നോട്ട്ബുക്ക് ഡെസ്കിൽ നിന്ന് എടുത്തു തരുമോ എന്ന് അതെ, നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് പരിശീലിക്കാം. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. എൻ്റെ നോട്ട്ബുക്ക് ഡെസ്കിൽ നിന്നൊന്ന് എടുത്തു തരാമോ? നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഡെസ്കിൽ നിന്ന് ആ നോട്ട്ബുക്ക് ഒന്ന് എടുക്കാവോ എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ തന്നെ, അത്രയേ ഉള്ളൂ. ആദ്യ ഭാഗം നമുക്ക് ഈസി ആയിട്ട് അറിയാം. കുഡ് യു ഗ്രാബ്. പിന്നെ എന്താണ് എൻ്റെ നോട്ട്ബുക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഡ് യു ഗ്രാബ് മൈ നോട്ട്ബുക്ക്, ഒരുമിച്ച് പറയാം. കുഡ് യു ഗ്രാബ് മൈ നോട്ട്ബുക്ക് ഫ്രം ഡെസ്ക്. അപ്പോൾ ഇവിടെ ഫ്രം ദ ഡെസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഫ്രം ദ ഡെസ്ക്. അപ്പോൾ ഒരുമിച്ച് പറയുമ്പം കുഡ് യു ഗ്രാബ് മൈ നോട്ട്ബുക്ക് ഫ്രം ദ ഡെസ്ക്. റിപ്പീറ്റ് ചെയ്യുക, ഉറക്കെ പറയാം. Could you grab my notebook from the desk? വീണ്ടും പറയാം. Could you grab my notebook from the desk? ഒന്ന് സ്പീഡിലും കൂടെ പറഞ്ഞു നോക്കുക. Could you grab my notebook from the desk? ഇനി അടുത്തൊരെണ്ണം കൂടി നോക്കാം. ഇത് ശ്രദ്ധിക്കണേ. സോഫയിൽ നിന്നും ആ റിമോട്ട് ഒന്ന് എടുത്തു തരാമോ? ഇതിന്റെ ഇംഗ്ലീഷ്. Could you grab that remote from the sofa? ഇവിടെയും കുഡ് യു ഗ്രാബ് ദാറ്റ് ഫ്രം ദ രീതി തന്നെയല്ലേ, നിന്ന് എടുത്തു തരാമോ എന്ന്. അതെ, അത് തന്നെ. ഇത് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഇനി പുതിയ വാക്കുകൾ നോക്കാം. റിമോട്ട്. ടിവിയുടെയോ AC-യുടെയോ ഒക്കെ റിമോട്ട്. അതെ. മറ്റേ വാക്ക് സോഫ. നമ്മൾ ഇരിക്കുന്ന സോഫ. ഓക്കെ, അപ്പൊ സോഫയിലിരിക്കുന്ന ആ റിമോട്ട് എടുത്തു തരാമോ എന്ന്. അതെ, അതാണ് അർത്ഥം. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ. ആ റിമോട്ട് സോഫയിൽ നിന്നൊന്ന് എടുത്തു തരാമോ? എങ്ങനെ പറയും? വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? റിമോട്ടാണ് എടുക്കേണ്ടത്. ഒരുമിച്ച് പറയാം. കുഡ് യു ഗ്രാബ് ദാറ്റ് റിമോട്ട്. ഒരുമിച്ച് പറയാം. കുഡ് യു ഗ്രാബ് ദാറ്റ് റിമോട്ട്. പിന്നെ ഫ്രം ദ സോഫ. അപ്പോൾ കുഡ് യു ഗ്രാബ് ദാറ്റ് റിമോട്ട് ഫ്രം ദ സോഫ. ഉറക്കെ പറഞ്ഞു നോക്കണേ. Could you grab that remote from the sofa? അല്പം കൂടി ലൗഡായിട്ട് പറയാം. ഉറക്കെ പറയാം. സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. Could you grab that remote from the sofa? ട്രൈ ചെയ്യുക. ഒരിക്കൽ കൂടി. Could you grab that remote from the sofa? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ 4 വാചകങ്ങളിലും
നമ്മൾ ഉപയോഗിച്ചത് ഒരേ ഒരു രീതിയാണ് കുഡ് യു ഗ്രാബ്. അത് കഴിഞ്ഞ് എന്താണോ എടുക്കേണ്ടത് ആ വസ്തു. ഫോൺ, ന്യൂസ് പേപ്പർ, നോട്ട്ബുക്ക്, റിമോട്ട്. അതെ, അത് കഴിഞ്ഞ് എവിടെന്നാണ് എടുക്കേണ്ടത് എന്ന സ്ഥലം. ഫ്രം ദ ബെഡ്, ഫ്രം ഔട്ട്സൈഡ്, ഫ്രം ദ ഡെസ്ക്, ഫ്രം ദ സോഫ. ശരിയാണ്, ഒരേ പാറ്റേൺ. അതെ, ഈ ഒരു രീതി പഠിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അത് ശരിയാണ്. ഇത് ഓർത്തു വെക്കാൻ നല്ല എളുപ്പമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വാചകം നോക്കാം. എൻ്റെ ലഞ്ച് ബോക്സ് അടുക്കളയിൽ നിന്നൊന്ന് എടുത്തു തരാവോ? അത് ഇംഗ്ലീഷിൽ ഉം. ഇങ്ങനെ പറയാം: കുഡ് യു ഗ്രാബ് മൈ ലഞ്ച് ബോക്സ് ഫ്രം ദ കിച്ചൺ? ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേണ്ട വാക്കുകൾ ലഞ്ച് ബോക്സ് പിന്നെ കിച്ചൺ. അതെ. ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രം. ആ. കിച്ചൺ അടുക്കള. ബാക്കിയുള്ള കുഡ് യു ഗ്രാബ് മൈ ഫ്രം ദ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അതെ, ആ രീതി വെച്ച് ഇത് പറയാൻ എളുപ്പമാണ്. അതെ, നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ഇത് ഞാൻ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. എൻ്റെ ലഞ്ച് ബോക്സ് അടുക്കളയിൽ നിന്ന് എടുത്തു തരാമോ? അപ്പോൾ എന്താണ് എടുക്കേണ്ടത്? എൻ്റെ ലഞ്ച് ബോക്സ്, മൈ ലഞ്ച് ബോക്സ്. അതൊരുമിച്ച് പറയാം. കുഡ് യു ഗ്രാബ് മൈ ലഞ്ച് ബോക്സ്? ഉറക്കെ പറഞ്ഞു നോക്കുക. കുഡ് യു ഗ്രാബ് മൈ ലഞ്ച് ബോക്സ്? എവിടെ നിന്നാണ്? അടുക്കളയിൽ നിന്നുമാണ്. അപ്പോൾ ഇങ്ങനെ പറയും ഫ്രം ദ കിച്ചൺ. അത്രയേ ഉള്ളൂ. കുഡ് യു ഗ്രാബ് മൈ ലഞ്ച് ബോക്സ് ഫ്രം ദ കിച്ചൺ? ഉറക്കെ പറഞ്ഞു നോക്കൂ. Could you grab my lunchbox from the kitchen? Once again, could you grab my lunchbox from the kitchen? അടുത്ത വാചകം: തറയിലുള്ള തലയണ ഒന്ന് എടുത്തു തരാമോ? ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. കുഡ് യു ഗ്രാബ് ദാറ്റ് പില്ലോ ഓൺ ദ ഫ്ലോർ? ആ, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നല്ലോ. ഫ്രം അല്ല, ഓൺ ആണ് ഉപയോഗിച്ചത്. അതെ, വാക്കുകൾ നോക്കാം. പില്ലോ തലയിണ, ഫ്ലോർ തറ. അപ്പോ ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറയിൽ അല്ലെങ്കിൽ തറയിലുള്ള, അതായത് ഒരു സാധനം വേറൊന്നിന്റെ മുകളിലാണെന്ന് പറയാനാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രം ദ ഫ്ലോർ, തറയിൽ നിന്ന് എന്നതിനേക്കാൾ തറയിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തറയിലുള്ള തലയിണ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, തറയിൽ നിന്ന് അല്ല, തറയിൽ ഇരിക്കുന്ന ആ തലയിണ. ശരി. കുഡ് യു ഗ്രാബ് നമുക്കറിയാം. കുഡ് യു ഗ്രാബ് ദാറ്റ് പില്ലോ ഓൺ ദ ഫ്ലോർ? യെസ്. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. തറയിൽ കിടക്കുന്ന തലയണ എടുത്തു തരാമോ? തറയിൽ കിടക്കുന്ന തലയണ എടുത്തു തരാമോ? അപ്പോൾ എന്താണ് എടുക്കേണ്ടത്? പില്ലോയാണ്. കുഡ് യു ഗ്രാബ് ദാറ്റ് പില്ലോ? എവിടെയാണ്? തറയിലാണ്. ഓൺ ദ ഫ്ലോർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയാം. ഓൺ ദ ഫ്ലോർ. അപ്പോൾ കുഡ് യു ഗ്രാബ് ദാറ്റ് പില്ലോ ഓൺ ദ ഫ്ലോർ? ഒരുമിച്ച് പറഞ്ഞു നോക്കുമ്പോൾ could you grab that pillow on the floor? Could you grab that pillow on the floor? ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. Could you grab that pillow on the floor? ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു നോക്കാം. Could you grab that pillow on the floor? അടുത്ത വാചകം: ടേബിളിൻ്റെ മുകളിലുണ്ട് എൻ്റെ സൺഗ്ലാസ്, അതൊന്ന് എടുത്തു തരാമോ? ഇത് പറയാൻ എളുപ്പമാണ്. വാക്കുകൾ മിക്കവാറും പരിചിതമാവും. കുഡ് യു ഗ്രാബ് മൈ സൺഗ്ലാസസ് ഫ്രം ദ ടേബിൾ? ആ, ഇവിടെ പുതിയത് സൺഗ്ലാസ്, പിന്നെ ടേബിൾ അഥവാ മേശ. ഒരു കാര്യം, സൺഗ്ലാസസ് എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ടാണ് പറയാറ്. കാരണം 2 ഗ്ലാസ് ഉണ്ടല്ലോ. അതുകൊണ്ട് സൺഗ്ലാസ് എന്നല്ല, സൺഗ്ലാസസ്. ആ, ശരിയാണ്, നല്ല പോയിന്റ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പറയാം. എൻ്റെ സൺഗ്ലാസ് ടേബിളിൽ നിന്ന് എടുത്തു തരാമോ? എൻ്റെ സൺഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുത്തു തരാമോ? അപ്പോൾ ഇവിടെ സൺഗ്ലാസ് ആണ്. അപ്പോൾ കുഡ് യു ഗ്രാബ് മൈ സൺഗ്ലാസ്? മതിയോ? പോരാ, സൺഗ്ലാസസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകരുത്. കുഡ് യു ഗ്രാബ് മൈ സൺഗ്ലാസസ് ഫ്രം ദ ടേബിൾ? ഫ്രം ദ ടേബിൾ പറഞ്ഞു നോക്കിയേ. ഫ്രം ദ ടേബിൾ. അവർക്ക് പറയാം. കുഡ് യു ഗ്രാബ് മൈ സൺഗ്ലാസസ് ഫ്രം ദ ടേബിൾ? ഒന്നുകൂടി പറഞ്ഞു നോക്കുക. Could you grab my sunglasses from the table? ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുക. Could you grab my sunglasses from the table? അല്പം സ്പീഡിൽ പറയാൻ ശ്രമിക്കുക. Could you grab my sunglasses from the table? അടുത്തത്:
ബാത്റൂമിനുള്ള ആ തോർത്തൊന്ന് എടുത്തു തരാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ഇതിലെ പുതിയ വാക്കുകൾ ഏതൊക്കെയാ? ടവൽ, തോർത്ത് അല്ലെങ്കിൽ തുവാല, പിന്നെ ബാത്റൂം, ബാത്റൂം. അതെ. ബാക്കി കുഡ് യു ഗ്രാബ് ദാറ്റ് ഫ്രം ദി രീതി വെച്ച് പറയാം. സിമ്പിൾ. അതെ, വളരെ ലളിതം. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ. സോ ലെറ്റ്സ് പ്രാക്ടീസ്. ബാത്റൂമിൽ നിന്ന് ആ തോർത്തൊന്ന് എടുത്തു തരാമോ? അപ്പം എങ്ങനെ പറയും? ബാത്റൂമിൽ നിന്ന് ആ തോർത്തൊന്ന് എടുത്തു തരാമോ? കുഡ് യു ഗ്രാബ് ദ ടവൽ? തോർത്തിനാകുമ്പോൾ ടവൽ. അപ്പോൾ കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ഫ്രം ദ ബാത്റൂം. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ഉറക്കെ പറഞ്ഞു നോക്കുക. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ഒരിക്കൽ കൂടി പറയാം. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ആകെ നോക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണോ സാധനം അത് കുഡ് യു ഗ്രാബ്, പിന്നെ അത് എവിടെ നിന്നാണോ അത് പറഞ്ഞാൽ മതി. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? പരമാവധി നാച്ചുറലായിട്ട് പറയാൻ വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ ഒരിക്കൽ കൂടി. കുഡ് യു ഗ്രാബ് ദ ടവൽ ഫ്രം ദ ബാത്റൂം? ശരി. അടുത്തത്, എൻ്റെ ചാർജർ പ്ലഗ് പോയിന്റിൽ നിന്നും ഒന്ന് എടുത്തു തരാമോ? ഇത് നമുക്ക് ഇങ്ങനെ പറയാം. കുഡ് യു ഗ്രാബ് മൈ ചാർജർ ഫ്രം ദ പ്ലഗ് പോയിന്റ്? ഇവിടെ പുതിയ വാക്കുകൾ ചാർജർ, ചാർജർ, പിന്നെ പ്ലഗ് പോയിന്റ്, പ്ലഗ് കുത്തുന്ന ആ പോയിന്റ്. അതെ. ബാക്കി ഭാഗം കുഡ് യു ഗ്രാബ് മൈ ഫ്രം ദി അത് നമുക്കിപ്പോൾ നന്നായി അറിയാം. അതെ, നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ഈ സെൻറ്റൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ചാർജർ പ്ലഗ് പോയിന്റിൽ നിന്ന് എടുത്തു തരാമോ? എൻ്റെ ചാർജർ പ്ലഗ് പോയിന്റിൽ നിന്ന് എടുത്തു തരാമോ? കുഡ് യു ഗ്രാബ് മൈ ചാർജർ? ഓർക്കെ പറയാം. കുഡ് യു ഗ്രാബ് മൈ ചാർജർ? കുഡ് യു ഗ്രാബ് മൈ ചാർജർ ഫ്രം ദ പ്ലഗ് പോയിന്റ്? ഒരുമിച്ച് പറയുമ്പോൾ കുഡ് യു ഗ്രാബ് മൈ ചാർജർ ഫ്രം ദ പ്ലഗ് പോയിന്റ്? ഓർക്കെ പറയാം. കുഡ് യു ഗ്രാബ് മൈ ചാർജർ ഫ്രം ദ പ്ലഗ് പോയിന്റ്? Could you grab my charger from the plug point? രണ്ട് മൂന്ന് തവണ പറഞ്ഞു നോക്കുക, പോസ് ചെയ്തിട്ട് അതിനുശേഷം ഒരുമിച്ച് സ്പീഡിൽ ആവുന്നത് വരെ പറയാം കേട്ടോ. Could you grab my charger from the plug point? Good. അടുത്ത വാചകം, ആ വാതിലിൻ്റെ അരികിലുള്ള കുടയൊന്ന് എടുത്തു തരാമോ? ഇംഗ്ലീഷിൽ could you grab that umbrella near the door? ആഹാ, ഇവിടെ വീണ്ടും ഒരു മാറ്റം. ഫ്രം അല്ല, ഓണുമല്ല, നിയർ ആണ് ഉപയോഗിച്ചത്. അതെ. വാക്കുകൾ അംബ്രല്ല, കുട, ഡോർ, വാതിൽ. അപ്പോൾ നിയർ എന്ന് പറഞ്ഞാൽ നിയർ എന്നാൽ അടുത്ത് അല്ലെങ്കിൽ സമീപത്ത്. അപ്പോ നിയർ ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ അടുത്തുള്ള. ഓക്കേ, അപ്പോ ഫ്രം ദ ഡോർ വാതിലിൽ നിന്നു എന്നല്ല, വാതിലിന്റെ അടുത്തു വെച്ചിരിക്കുന്ന കുടയെടുക്കാൻ. അതെ, അതാണ് വ്യത്യാസം. വാതിലിന്റെ അടുത്തുമുന്ന് എടുക്കാനാണ് പറയുന്നത്. ശരി ശരി. അപ്പോൾ വാതിലിനടുത്തുള്ള ആ കുടയെടുത്ത് തരാമോ എന്നാണ് ചോദ്യം. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വാതിൽക്കലുള്ള കുട ഒന്ന് എടുത്തു തരാമോ? വാതിൽക്കലുള്ള കുടയൊന്ന് എടുത്തു തരാമോ? അപ്പോൾ ഇവിടെ കുടയാണ്. അപ്പോൾ കുഡ് യു ഗ്രാബ് ദാറ്റ് അംബ്രല്ല? ഉറക്കെ പറഞ്ഞു നോക്കുക. കുഡ് യു ഗ്രാബ് ദാറ്റ് അംബ്രല്ല? അംബ്രല്ല എന്നാണ് പോകണ്ട, അംബ്രല്ല അത് മതി കേട്ടോ. കുഡ് യു ഗ്രാബ് ദാറ്റ് അംബ്രല്ല? എവിടെയാണ്? വാതിലിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ നിയർ ദ ഡോർ, നിയർ ദ ഡോർ, നിയർ ദ ഡോർ. ഒരുമിച്ച് പറയാം, നിയർ ദ ഡോർ. അപ്പോൾ കുഡ് യു ഗ്രാബ് ദാറ്റ് അംബ്രല്ല നിയർ ദ ഡോർ? ഉറക്കെ പറഞ്ഞു നോക്കുക. കുഡ് യു ഗ്രാബ് ദാറ്റ് അംബ്രല്ല നിയർ ദ ഡോർ? അപ്പോൾ ഇതുവരെ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ ഒരു പാർട്ടും കൂടിയുണ്ട്, ഞാനത് അടുത്ത ക്ലാസ്സിൽ തരാം. കാരണം നമുക്ക് സ്പീഡ് പരമാവധി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുക, ഈസി ആയിട്ട് പറയാൻ പറ്റുക. ഇനി ഞാനിപ്പോൾ അംബ്രല അല്ലെങ്കിൽ സൺഗ്ലാസസ്, നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പറയാം. നിങ്ങൾ ചിലപ്പോൾ ബാഗ് പറയാം, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ, എന്ത് വേണമെങ്കിലും പറയാം. എവിടെയാണ്? ഇപ്പോൾ ചിലപ്പോൾ കപ്ബോർഡിലായിരിക്കാം, ടേബിളായിരിക്കാം, കിച്ചൺ ടോപ്പിലായിരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം.
അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ലൗഡായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു പോവുക. പിന്നെ ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് മറക്കരുത്. അതെ, അതപ്പോഴും പുതിയ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ആ ബെല്ലൈക്കണില്ലേ, അതും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അപ്പം ഞങ്ങൾ പുതിയ ക്ലാസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ശരിയാണ്. നമ്മുടെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറായ 9995558247 എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ വിൽ ബി മീറ്റ് അഗെയിൻ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.